ദില്ലി കരാറിലെ നിബന്ധനകൾ ലംഘിച്ചതിനാൽ പാകിസ്ഥാനുമായുള്ള സിന്ധു നദീജല കരാർ ഒരിക്കലും പുനഃസ്ഥാപിക്കില്ലെന്നും പാകിസ്ഥാൻ വെള്ളം കിട്ടാതെ വലയുമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ വ്യക്തമാക്കി. ടൈംസ് ഓഫ് ഇന്ത്യക്ക് നൽകിയ അഭിമുഖത്തിലാണ് അമിത് ഷാ ഇക്കാര്യം പറഞ്ഞത്. കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രി ഇന്ത്യ പാകിസ്ഥാന്റെ വ്യോമാക്രമണങ്ങൾ തകർത്തതിനെക്കുറിച്ചുള്ള സത്യാവസ്ഥകളുടെ തുറന്നു പറച്ചിലുകൾ നടത്തിയിരുന്നു. എന്നാൽ അതിനെക്കുറിച്ച് പലരും പറയുന്നത് പാകിസ്ഥാന്റെ പുതിയ അടവ് നയങ്ങളാണ് ഇതൊക്കെയെന്നാണ്. പാകിസ്ഥാനിലെ ഒരാളെ പോലും വിശ്വസിക്കരുത്, അവർ ഇന്ത്യക്ക് നേരെ പ്രത്യാക്രമണം നടത്താനായി എന്ത് അടവ് നയം സ്വീകരിക്കും എന്നുമാണ് ചിലർ വ്യക്തമാക്കുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് അമിത് ഷായുടെ പുതിയ വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത്. കരാർ ഒരിക്കലും പുനഃസ്ഥാപിക്കില്ല. അന്താരാഷ്ട്ര ഉടമ്പടികൾ ഏകപക്ഷീയമായി റദ്ദാക്കാൻ കഴിയില്ലെങ്കിലും നിർത്തലാക്കാൻ ഇന്ത്യക്ക് അവകാശമുണ്ടായിരുന്നു. അത് ഞങ്ങൾ ചെയ്തു. ഉടമ്പടിയുടെ ആമുഖത്തിൽ കരാർ ഇരു രാജ്യങ്ങളുടെയും സമാധാനത്തിനും പുരോഗതിക്കും വേണ്ടിയാണെന്ന് പരാമർശിച്ചിരുന്നു. പക്ഷേ പാകിസ്ഥാൻ അത് ലംഘിച്ചുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഏപ്രിൽ 22-ന് ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തെ തുടർന്നാണ് സിന്ധു നദീജല കരാർ ഇന്ത്യ റദ്ദാക്കിയത്. ഇന്ത്യക്ക് അവകാശപ്പെട്ട വെള്ളം ഞങ്ങൾ ഉപയോഗിക്കും. പാകിസ്ഥാനിലേക്ക് ഒഴുകിയിരുന്ന വെള്ളം ഒരു കനാൽ നിർമ്മിച്ച് രാജസ്ഥാനിലേക്ക് കൊണ്ടുപോകും. വെള്ളത്തിന്റെ കുറവ് പാകിസ്ഥാനെ ദുരിതത്തിലാക്കുമെന്നും അമിത് ഷാ കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ഓപ്പറേഷൻ സിന്ധൂറിനെ വിമർശിച്ച കോൺഗ്രസിനെയും അമിത് ഷാ രൂക്ഷമായി വിമർശിച്ചു. ചിനാബ് നദിയിലൂടെയുള്ള ജലമൊഴുക്ക് ഇന്ത്യ വെട്ടിക്കുറച്ചെന്ന വാദവുമായി പാകിസ്ഥാൻ രംഗത്തെത്തിയിരുന്നു. സാധാരണയേക്കാൾ സീസണിലെ ജലമൊഴുക്ക് 21% കുറഞ്ഞെന്നാണ് പാകിസ്ഥാന്റെ വാദം. സംഭരണികളിലെ വെള്ളത്തിന്റെ അളവിൽ 50% കുറവുണ്ടോ എന്ന് പാകിസ്ഥാൻ പറഞ്ഞു. എന്നാൽ പാകിസ്ഥാൻ യഥാർത്ഥ വിഷയം അവഗണിക്കുന്നുവെന്ന് ഇന്ത്യ വ്യക്തമാക്കുകയും ചെയ്തു. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ നടപടികൾ കടുപ്പിച്ചിരുന്നു. ജലം തടഞ്ഞാൽ യുദ്ധമെന്ന് നേരത്തെ പറഞ്ഞ പാകിസ്ഥാൻ സഹായത്തിനായി UN രക്ഷാസമിതിയെയും റഷ്യയെയും സമീപിച്ചിരുന്നു. UN രക്ഷാസമിതിയിൽ സ്ഥിരം അംഗമല്ലാത്ത 10 രാജ്യങ്ങൾ നിലവിലൊന്നാണ് പാകിസ്ഥാൻ. ഈ സാഹചര്യത്തിലാണ് രഹസ്യയോഗം വിളിക്കണമെന്ന പാകിസ്ഥാന്റെ ആവശ്യം അംഗീകരിച്ചത്. നേരത്തെ പഹൽഗാം ആക്രമണത്തെ അപലപിച്ച് രക്ഷാസമിതി പ്രമേയം പാസാക്കിയിരുന്നു. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യ സിന്ധു നദീജല കരാർ മരവിപ്പിച്ചിരുന്നു. ഈ കരാറിന്റെ ഭാഗമായി ഇന്ത്യൻ നദികളിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് ഒഴുകിയിരുന്ന ജലം ഡൽഹി ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ എത്തിക്കാൻ കേന്ദ്ര സർക്കാർ നടപടി ആരംഭിക്കുകയും ചെയ്തിരുന്നു. പുതിയ കനാലുകൾ പണിത് നദിയിലെ ജലം ഡൽഹി, രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ എത്തിക്കാനാണ് കേന്ദ്ര സർക്കാർ നീക്കം ആരംഭിച്ചിരുന്നത്. ഇതിന്റെ ഭാഗമായി ബിയാസ് നദിയിലെ ജലം രാജസ്ഥാനിലെ ഗംഗാനഗറിലേക്ക് കൊണ്ടുപോകാൻ കനാൽ നിർമ്മിക്കുമെന്നും പറഞ്ഞിരുന്നു. മാത്രമല്ല, കാശ്മീരിലെ ഭീകരതയെ നിയന്ത്രിക്കുകയും നക്സലൈറ്റുകൾക്കെതിരായ പോരാട്ടം അന്തിമ ഘട്ടത്തിലെത്തിയിരിക്കുകയും വടക്കു കിഴക്കൻ മേഖലയിലെ വിഘടനവാദ സംഘടനകളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരികയും ചെയ്ത ശേഷം മയക്കുമരുന്ന് പ്രശ്നത്തിനെതിരായ അന്തിമ പോരാട്ടത്തിന് മോദി സർക്കാർ തയ്യാറെടുക്കുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. കഴിഞ്ഞ 5-6 വർഷത്തിനുള്ളിൽ മയക്കുമരുന്ന് വിരുദ്ധ പോരാട്ടത്തിന് ആവശ്യമായ അടിസ്ഥാന ഘടന തയ്യാറാക്കിയിട്ടുണ്ട്. ഇപ്പോൾ വലിയ കാർട്ടലുകൾക്കെതിരെ നേരിട്ട് ആക്രമണം നടത്തേണ്ട സമയമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. നുഴഞ്ഞുകയറ്റം, പുതിയ നിയമങ്ങൾ, നക്സലിസം, ഭീകരവാദം തുടങ്ങിയ വിഷയങ്ങളിൽ സർക്കാരിന്റെ നിലപാട് അമിത് ഷാ വിശദീകരിക്കുകയും ചെയ്തു. എല്ലാ പ്രശ്നങ്ങളും നിയന്ത്രിക്കാൻ അല്ല, മറിച്ച് പരിഹാരം കണ്ടെത്താനാണ് ഈ സർക്കാർ പ്രവർത്തിക്കുന്നതെന്നും നുഴഞ്ഞുകയറ്റത്തിനെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്നും ഇന്ത്യ ഒരു ധർമ്മശാലയല്ലെന്നും എല്ലാ നുഴഞ്ഞുകയറ്റക്കാരെയും തിരിച്ചയക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. ഏതൊരു പ്രശ്നത്തെയും നേരിടാൻ ഏറ്റവും പ്രധാനപ്പെട്ടത് പോരാട്ടത്തിനുള്ള അടിസ്ഥാന ഘടന ഒരുക്കുക എന്നതാണ്. കഴിഞ്ഞ 6 വർഷത്തിനുള്ളിൽ ഈ ഘടന തയ്യാറാക്കിയതായി അമിത് ഷാ വ്യക്തമാക്കുകയും ചെയ്തു. പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ വരെയുള്ള ഏകോപനം, തത്സമയ വിവര കൈമാറ്റം, അതിന്റെ അടിസ്ഥാനത്തിൽ നടപടികൾ എന്നിവയ്ക്കായി സമഗ്ര സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.